വായിന്ന് വരുന്ന ജനങ്ങൾ കേൾക്കുന്നുണ്ട്. അവര് ചിന്തിച്ചോളൂ എന്താ പറയുന്നതും കേൾക്കുന്നതൊക്കെ. LDF വരുമ്പോ എല്ലാം ശരിയാന്ന് പറഞ്ഞാൽ എല്ലാം ശരിയാ. സുരേഷ് ഗോപി ഏതാണ്ടൊക്കെ വലത്താൻ പോണെന്നിട്ട് അത് വലത്തില്ല. പിണറായി വിജയന്റെ ഈ ഭരണം ഇനി തുടർന്ന് ഭരിക്കാനായിട്ട് ആരും സമ്മതിക്കില്ല, നാട്ടുകാരും സമ്മതിക്കില്ല. പിണറായി വിജയനെക്കാളും നല്ല സുരേഷ് ഗോപിയാണ്. 100%. കേരളത്തില് ഇപ്പോ ഏറ്റവും കൂടുതൽ ചർച്ച ആവുന്ന രണ്ട് പേര് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒന്ന് സുരേഷ് ഗോപി, ഒന്നും പിണറായി വിജയനാണ്. ആരാണ് നല്ല നേതാവ്? നമുക്ക് ഒരു നല്ല നേതാവ് ആരായിരിക്കും? പിണറായി വിജയനാണോ അതോ സുരേഷ് ഗോപിയാണോ നല്ല നേതാവ്? അടിപൊളിയല്ലേ അവൻ. പിണറായി കള്ളൻ. ചേട്ടൻ പിണറായി കള്ളൻ വളരെ മോശമാണ്. അല്ല ബെസ്റ്റാണ്. പിണറായിക്കാണ്ടി ബെറ്റർ സുരേഷ് ഗോപിയാണോ ചേട്ടൻ ചേർക്കുന്നത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ആവുന്ന രണ്ട് പേര് എന്ന് പറഞ്ഞാൽ ഒന്ന് സുരേഷ് ഗോപി, മറ്റൊന്ന് പിണറായി വിജയനാണ്. ആരാണ് നല്ല നേതാവ്? രണ്ടുപേരുടെ എനിക്ക് അഭിപ്രായം പറയാനില്ല. എന്താണ് അഭിപ്രായം പറയാനില്ല? രണ്ടുപേരും മോശക്കാരാണ്. അല്ല, മോശമായാലും നല്ലത്. നമ്മളവരുടെ പറ്റി അഭിപ്രായം പറഞ്ഞാൽ നമുക്കൊരു കാര്യം നേടാനില്ല. കേരളത്തിന് മുഖ്യമന്ത്രി ആവില്ലേ? അപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടില്ലേ? ഉപകാരം ഉണ്ടാവില്ല മുഖ്യമന്ത്രി ആയാല്? അടുത്ത ഭരണം സുരേഷ് ഗോപിക്ക് കൊടുക്കുകയും ഉപകാരം ഉണ്ടാവില്ല എന്നാണ് ചോദിക്കുന്നത്. അത് കൊടുത്തു കഴിയുമ്പോ അറിയാൻ പറ്റും എങ്ങനെയാന്ന്. ഓരോരുത്തരുടെ വായിന്ന് വരുന്ന നമുക്ക് കേട്ടോണ്ടിരിക്കുമല്ലേ. സുരേഷ് ഗോപി വായിന്ന് വരുന്ന അത്രയ്ക്ക് മോശമാണോ? മോശമൊന്നല്ല. അല്ല, വായിന്ന് വരുന്ന ജനങ്ങൾ കേൾക്കുന്നുണ്ട്. അവര് ചിന്തിച്ചോളൂ എന്താ പറയുന്നതും കേൾക്കുന്നതൊക്കെ. ചേട്ടന്റെ പോയിന്റ് ഓഫ് വ്യൂല് തൃശ്ശൂർക്കാർക്ക് തെറ്റുപറ്റിയെന്നാണോ വിചാരിക്കുന്നത്? ജനങ്ങൾക്ക് എല്ലാം തെറ്റുപറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഇവരൊക്കെ കയറ്റി വിടുന്നുണ്ട്. പിണറായിനെ വിജയിപ്പിച്ചവർക്കും തെറ്റുപറ്റി, സുരേഷ് ഗോപിനെ വിജയിച്ചു എല്ലാവർക്കും പറ്റില്ല, കുറെ തെറ്റ് പറ്റിക്കോളൂ. പൊതുജനം കഴുതാണെന്ന് പറഞ്ഞാൽ മതി, വേറെ ഒന്നും പറയാം. ചേട്ടനാരാ തോന്നുന്നത് ഒരാളെ വിശ്വാസമില്ല. പിണറായിയാണോ ഇവിടെ ഗവർണർ ഭരിക്കണമെന്നാണ് പറഞ്ഞ. പിണറായിയാണോ സുരേഷ് ഗോപിയാണോ കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നത്? ഒന്നുമില്ല, ഒരു അഭിപ്രായം പറയാൻ വേണ്ടേ. രണ്ടാളെ പഠിച്ചു വാഗ്ദാനം LDF വരുമ്പോ എല്ലാം ശരിയാന്ന് പറഞ്ഞാൽ എല്ലാം ശരിയാ. പിന്നെ അത് കഴിഞ്ഞിട്ട് സുരേഷ് ഗോപി ഏതാണ്ടൊക്കെ വലത്താൻ പോണെന്നിട്ട് അത് വലത്തില്ല. പിന്നെന്താ പറയണ, രണ്ടാമതൊന്നും പറയാല്ല. സുരേഷ് ഗോപി പറയാ, നമ്മ ജോലി എടുത്താൽ നമുക്ക് ജീവിക്കാം. അതാണ് നമ്മള് പണിയെടുത്താൽ നമുക്ക് ജീവിക്കാം. അല്ലാണ്ട് നേതാക്കന്മാര് നമ്മ അതിനൊന്നും വിശ്വസിക്കണല്ലോ. രാവിലെ പണിക്ക് വേണ്ടി വൈകുന്നേരം അത് കിട്ടണത് കൊണ്ട് വീട്ടിൽ പോകും. ഒരാളെ നോക്കണല്ലോ. പെട്രോളിന് കാശ് കൂടിയാ കൊടുത്ത് അടിക്കും, പച്ചക്കറിക്ക് കാശ് കൂടി കൊടുത്ത് മേടിക്കും. അല്ലാണ്ട് നിവൃത്തിയില്ല. നമുക്കൊരു വോട്ട് തന്നെ സാധനമല്ലോ, ഒരേ വോട്ടുള്ളൂ, അത് ആർക്കും കൊടുക്കുക. ഇപ്പൊ ആർക്കും കൊടുത്തിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഇപ്പൊ അതിന്റെ ഗുണമൊന്നും ഞങ്ങൾ അനുഭവിക്കണില്ല. അല്ല, ചേട്ടന് ചെറിയൊരു നല്ല എനിക്ക് ആരും ഇപ്പൊ അഭിപ്രായം ഇല്ല. നല്ല നേതാവ് സുരേഷ് ഗോപിയാണോ? അല്ല, ഞാൻ അതിനെ കുറിച്ച് അഭിപ്രായം പറയാനില്ല. സുരേഷ് ഗോപി ഇപ്പൊ കയറിയല്ലേ, അത് നടക്കട്ടെ, കുറച്ചുകൂടി നടക്കട്ടെ. പിണറായി എന്ത് പറയാറുണ്ട്, സുരേഷ് ഗോപി എന്ത് പറയാറുണ്ട്, എല്ലാ ഇഷ്ടംമാരെ നേതാക്കളും പല രീതിയിൽ പല അഭിപ്രായവും. പിന്നെ നമുക്ക് അതിനെ കുറിച്ച് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ചേട്ടൻ എന്താ പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല, ഇവരൊക്കെ പറഞ്ഞൊക്കെ ഉള്ളൂ. നല്ല നേതാവ് ആരാണ്? രണ്ടും പറയാൻ പറ്റില്ല. രണ്ടും പറയാട്ടെ, രണ്ടും കൊള്ളാത്തവരാണോ? കൊള്ളുന്ന് പറഞ്ഞാലും കൊള്ളുന്നില്ല എന്ന് പറഞ്ഞാലും മനസ്സിലല്ലേ പറയാൻ പറ്റില്ല. കൊള്ളൂല. രണ്ടുപേരും കൊള്ളൂല. അത്രയ്ക്ക് മോശമാണ്. രാജാവ് എന്നൊന്നും പറഞ്ഞിരിക്കണ ആളാണ്. ആരാ രാജാവ്? രാജാവ് കേരളത്തിലെ രണ്ട് ആൾക്കാരുടെ പേരാണ് ഇപ്പൊ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത്. ഒന്ന് പിണറായി വിജയനും മറ്റൊന്ന് സുരേഷ് ഗോപിയാണ്. ഇതിൽ ആരാണ് നല്ല നേതാവ്? ഇതില് നേതാവ് നല്ലതെന്നാണ് സുരേഷ് ഗോപി ആയിരിക്കും. പിണറായി വിജയനെ കുറിച്ച് നമുക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. സുരേഷ് ഗോപി നല്ല നേതാവ് പറയാൻ കാരണം എന്താ? അല്ല, സുരേഷ് ഗോപിയുടെ പ്രവർത്തനം വെച്ച് നമുക്ക് നല്ല നേതാവെന്ന് പറയാം. ഈ പിണറായി വിജയനെ പറയാൻ പറ്റില്ല, പുള്ളിനെ കൊണ്ട് ദ്രോഹം മാത്രമേ ഉള്ളൂ. പിന്നെ എന്ത് പറയാൻ? എന്ത് ദ്രോഹങ്ങൾക്ക്? അല്ല, പുള്ളി ഇപ്പൊ ചെയ്ത് വെച്ച് നമുക്കിപ്പൊ നേരത്തെ ജീവിച്ചോലെ ജീവിക്കാൻ പറ്റണ്ട. ഇപ്പൊ എന്ത് വെറുതെ പെൻഷൻ കിട്ടാണ്ടും ആശാവർക്കർമാരുടെ കാര്യങ്ങളും പലതും ഉണ്ട്. ഈ നവകേരള സദസ്സൊക്കെ എന്തോരം കാശുകൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിട്ടാണ് ആക്കുക. നിസ്സാര കാര്യങ്ങൾ ചെയ്യാൻ പറ്റാനില്ല. അപ്പൊ അടുത്ത വർഷം കേരളം ഭരിക്കരുത്, പിണറായി വിജയൻ ഭരിക്കരുത്. ഇപ്പൊ നാട് മൊത്തം മൊത്തം എല്ലാരും തെറിയല്ലേ പറഞ്ഞ? നാട് മൊത്തം എല്ലാരും തെറിയല്ലേ പറഞ്ഞ? ചേച്ചിമാരടക്കം തെറിയാണ് പറയുന്നത്. പിന്നെ പിണറായി വിജയന്റെ ഈ ഭരണം ഇനി തുടർന്ന് ഭരിക്കാനായിട്ട് ആരും സമ്മതിക്കില്ല, നാട്ടുകാരും സമ്മതിക്കില്ല. പിണറായി ഭരണത്തെക്കാളും ഏറ്റവും നല്ല സുരേഷ് ഗോപിയുടെ ഭരണമാണ്. അത് അങ്ങനെ പറയാൻ പറ്റില്ല. അതങ്ങനെ പറയാൻ പറ്റില്ല. പിണറായിയുടെയും സുരേഷ് ഗോപി അങ്ങനെ നോക്കാൻ പറ്റില്ല. നല്ല ഭരണം ആര് കാഴ്ച വെക്കുന്നോ അവര്. സുരേഷ് ഗോപിനെ കുറിച്ച് എന്താണ് അഭിപ്രായം?
സുരേഷ് ഗോപിനെന്ന് പറഞ്ഞാൽ നമുക്കതല്ലോ നല്ല ഭരണം, ആരാണ് നല്ല ഭരണം വെക്കുന്നത് അത് നമുക്ക് തുറന്നു പോവാം. ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ആരാണ് നല്ല നേതാവ്? സുരേഷ് ഗോപി? തീർച്ചയായിട്ടും സുരേഷ് ഗോപി തന്നെ. ഇതിലിപ്പോ രണ്ടാമതൊരു ചോദ്യത്തിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട് സുരേഷ് ഗോപി നല്ല നേതാവാകുന്ന? പിണറായി അയാള് നല്ലത് ചെയ്യണമെന്ന് നിങ്ങളൊന്നും കാണുന്നില്ലേ? അയാളുടെ ഭാഗത്ത് എന്തെങ്കിലും അബദ്ധങ്ങൾ വന്നാക്കെ നിങ്ങളെ കാണണല്ലോ, നല്ലത് വന്നെയാണെന്ന് നിങ്ങളൊന്നും കാണില്ലേ? നല്ലത് വരുമ്പോ ആരും എത്തിക്കില്ല. എന്നോട് ചോദിക്കണേ എന്തിനാണ്? നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളല്ലേ, നിങ്ങൾക്കറിയില്ല അയാൾ എന്തൊക്കെ നല്ലത് ചെയ്യണമെന്ന്. പക്ഷെ ആളെ കുറിച്ച് പല രീതിയിൽ പലതും പറയാമല്ലോ. പിണറായി വിജയനെ കുറിച്ച് നല്ലത് പറയുന്ന ആൾക്കാരില്ലേ, അയാൾ എന്തൊക്കെ തെറ്റിയാണ് നല്ലത് പറയുന്ന ആൾക്കാരില്ലേ? അതേപോലെ നല്ലത് പറയുന്നവരെ കുറിച്ച് തെറ്റും പറയും. പിണറായി വിജയനെക്കാളും നല്ല സുരേഷ് ഗോപിയാണ് 100%. പക്ഷെ ഞാൻ കുറെ ആൾക്കാർ ചോദിച്ചു, പലരും പറഞ്ഞു പറഞ്ഞാൽ അത് കുറച്ചും കൂടി സമയം കിട്ടിയാലേ കൂടുതൽ ആൾക്കാർ ചെയ്യാൻ പറ്റുള്ളൂ. പിണറായി വിജയനേക്കാൾ അത്ര വലിയൊന്നുമില്ല, പക്ഷെ കൂടുതൽ കുറച്ചും കൂടി സമയം കൊടുത്താലേ സമയം വേണം എന്നാണ് പറഞ്ഞത്. പിണറായി വിജയന്റെ അത്രയും വിലയില്ലെന്ന് പറയണത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായിരിക്കുള്ളൂ, അതർ പാർട്ടിക്കാരും അങ്ങനെ പറയില്ല. വിലയില്ലെന്നല്ല, കുറച്ചും കൂടി സമയം കൊടുത്താലാണ് ആളെ ഭരണം കാഴ്ചവെക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അതൊക്കെ ശരിയായിരിക്കും. കുറച്ചുകൂടെ സമയം കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാലുള്ള പുള്ളിയുടെ കഴിവുകളൊക്കെ പുറത്തെടുക്കാനുള്ള സമയം കൊടുക്കേണ്ടി വരും. കേരളത്തിന് മുഖ്യമന്ത്രി യോഗ്യത ഉണ്ട്. പിന്നെ എന്താണ് സുരേഷ്? യോഗ്യതയുണ്ട്, ജനങ്ങളാക്കൂലല്ലോ. കാരണം ഒരു കാര്യം പറഞ്ഞുതരാം, ഈ കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചെയ്യിപ്പിക്കണത്, നീ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണെങ്കിൽ നിനക്ക് താല്പര്യമില്ല വോട്ട് ചെയ്യാനായിട്ട്, എന്നാലും നീ നിർമ്മതോട് വോട്ട് ചെയ്തേ പറ്റുള്ളൂ. കാരണം നീ അതിനെ സംബന്ധിച്ച് ജോലി ചെയ്യണ ആൾ. ഇപ്പോൾ ഇവിടെ ഓട്ടോ സ്റ്റാൻഡിൽ തന്നെ നീ ഒരു CITയിലാണ് ഓടണമെങ്കിൽ നീ നിന്റെ കുടുംബവും അതിൽ ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നീ ഇതിന്ന് പുറത്താ. നിനക്ക് മാനസികമായിട്ട് താല്പര്യം ഉണ്ടാവില്ല ചിലപ്പോൾ ചെയ്യാനായിട്ട്, പക്ഷെ നിങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കും. ചെയ്യിപ്പിക്കും തീർച്ചയായിട്ടും. അതിപ്പോ രാഷ്ട്രീയം അറിയാം, ഇവിടെ ഉള്ളവർക്ക് അറിയാവുന്നവർക്ക് അറിയാം. ഇപ്പൊ അതായത് ഈ രാഷ്ട്രീയത്തിന്റെ പിറകിൽ ജോലി എടുക്കണ എല്ലാവരും ഈ കുടുംബം അടക്കം ചെയ്തേ പറ്റുള്ളൂ. അവർക്ക് മാനസികമായിട്ട് താല്പര്യം ഇല്ലെങ്കിലും അതിൽ ചെയ്തേ പറ്റുള്ളൂ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് പേരാണ്, ഒന്ന് സുരേഷ് ഗോപി, ഒന്ന് പിണറായി വിജയൻ. ഇതിൽ ആരാണ് നല്ല നേതാവ്? അതാണ് ചോദ്യം. പിണറായി വിജയന്, മറ്റൊന്ന് സുരേഷ് ഗോപിയാണ്. ആരാണ് നല്ല നേതാവ്? പിണറായി. കാരണം സുരേഷ് ഗോപിയേക്കാൾ ബെറ്റർ ആണ് പിണറായി. അപ്പൊ നല്ല നേതാവ് പിണറായി വിജയനാണ്. ഞാനിപ്പോ കുറച്ച് അങ്ങോട്ട് പോയപ്പോ പിണറായി കള്ളെന്ന കാണുമ്പോൾ പലരും പല രീതിയിലും പറയുമല്ലോ. ജനങ്ങളല്ലേ, ഞങ്ങൾക്ക് പറയുന്നതിന് എന്താണ്? അടുത്ത വർഷം ഇത് തന്നെ വരാൻ സാധ്യതയുണ്ട്. പിണറായി നല്ലൊരു നേതാവ്, നല്ല നേതാവ് തന്നെ. കേരളത്തിന് നല്ല രീതിയിലുള്ള നല്ല രീതിയിൽ പോകുന്ന ഒരു നേതാവാണ്. ചേട്ടാ CPM ആണ്? അങ്ങനെ പറയരുത്, അങ്ങനെ രാഷ്ട്രീയം ചോദിക്കാൻ പാടില്ല. എന്താ എന്റെ പേരെന്നാ? സന്തോഷ്. സന്തോഷിന് ആരാണ് കൂടുതലായിട്ട് തോന്നുന്നത്? പിണറായി വിജയനാണോ അതോ സുരേഷ് ഗോപിയാണോ നല്ല നേതാവ്? ഇപ്പൊ നിലവിൽ നമ്മുടെ ഇപ്പൊ ഭരണത്തിൽ പിണറായി വിജയനാണ്. അതായത് സുരേഷ് ഗോപി കയറിയുള്ളൂ, വോട്ട് കിട്ടിയിട്ടുള്ളത് ഉറപ്പിക്കാനായിട്ടില്ല സീറ്റ്. അത് വെച്ചിട്ട് നോക്കുമ്പോൾ പിണറായി വിജയനാണ്. സുരേഷ് ഗോപിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? എന്താ സുരേഷ് ഗോപിയുടെ അഭിപ്രായം ഒന്നും പറയാനായിട്ടില്ല, ആള് കയറിയല്ലേ ഉള്ളൂ. നല്ല നടനാണെന്ന് മാത്രം നമുക്കറിയാം. അല്ല ആള് ആൾക്കും കുറെ അധികം വിമർശനങ്ങൾ വന്നോണ്ടിരിക്കുന്നുണ്ട്. അത് തന്നെ പറഞ്ഞ ആള് കയറിയല്ലേ ഉള്ളു. വിമർശനങ്ങൾ വന്നാൽ അത് അതിജീവിച്ച വരുമ്പോഴല്ലേ മന്ത്രിയാകണം. അതൊന്നും സമയം കിട്ടിയിട്ടില്ല പുള്ളിക്ക്. പിണറായി വിജയൻ അങ്ങനെയല്ല, 2 ടൈം കഴിഞ്ഞു, അടുത്ത ടൈമിലും പുള്ളി ഇങ്ങനെ സാധ്യത കാണുന്നത്. പുള്ളി അടുത്ത ആഗ്രഹിക്കുന്നത് പിണറായിക്ക് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അടുത്ത വർഷം. അങ്ങനെ ആഗ്രഹിക്കണമെന്നില്ല, നമുക്ക് ജയിക്കുന്ന ആരും അവരുടെ ഒരാള് നേതാവ് മന്ത്രിയാവും, അത്രേ ഉള്ളൂ. ഇപ്പൊ നിലവിൽ കാണുന്നത് പിണറായി വിജയൻ ഞാൻ പറഞ്ഞുള്ളൂ. പിണറായി വിജയൻ അങ്ങനെ വേണമെന്നേ ആഗ്രഹമൊന്നുമില്ല. ചേട്ടന്റെ പേരെന്താ? വിനോദ്. അപ്പൊ ചോദ്യം കേട്ടില്ലേ, അത് ആരാണ് നല്ല നേതാവ് എന്നാണ് ചോദിക്കുന്നത്. പിണറായി തന്നെ. സുരേഷ് ഗോപിനെ കാട്ടി സുരേഷ് ഗോപി ഇന്ന് വന്നല്ലേ ഉള്ളു. സുരേഷ് ഗോപി കളിക്കട്ടെ, കൊറേ കളി കളിക്കട്ടെ, എങ്ങനെയുണ്ടാന്ന് അറിയാലോ. നല്ല രീതിയിലാണ് ഉദ്ദേശിച്ചത്. നല്ല കളിക്കട്ടെ. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ കളിച്ച് വളർന്ന നേതാവാണ്. അപ്പൊ അയാളെ ഞങ്ങൾക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ. അടുത്ത പ്രാവശ്യം പിണറായി വരികയും ചെയ്യും. എത്ര പറയാള്. ഇപ്പൊ അടുത്ത പ്രാവശ്യം പിണറായി വരും, ഉറപ്പാണ്. കേരളം വീണ്ടും പിണറായിയുടെ കയ്യിലാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ സുരേഷ് ഗോപിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എനിക്ക് ഒരു അഭിപ്രായമില്ല. അഭിപ്രായം ഇല്ല പറഞ്ഞാല് അഭിപ്രായം പറയാൻ താല്പര്യപ്പെട്ടില്ല. അത്രയ്ക്ക് മോശമാണോ? അത് പറയാൻ പറ്റില്ല. അത് പുള്ളി ഇനി ഭരിച്ചു കാണട്ടെ, എന്നിട്ട് പറയാം. അടുത്ത വർഷം പിണറായിക്ക് ഉണ്ടാവണം ചേട്ടൻ ആഗ്രഹം. ചോദ്യം കേട്ടില്ലേ, ആരാണ് നല്ല നേതാവ്? പിണറായി ആണോ സുരേഷ് ഗോപി? പിണറായിയാണ്. പിണറായി ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും അറിയാല്ല. നല്ലൊരു നേതാവാണ് പുള്ളി. ഇപ്പല്ല, അത് പുള്ളി അത്തരം രാഷ്ട്രീയത്തിൽ ചെയ്തിട്ട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഭരണത്തിലോട്ട് വന്നതാ ഒരു വ്യക്തിയാണ്. പുള്ളി ചെയ്ത കാര്യങ്ങൾ ഇപ്പൊ കൊറോണ കാലങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇത് ചെയ്തത് പിണറായി സർക്കാർ തന്നെ. അപ്പൊ അടുത്ത വർഷം കേരളം ഭരിക്കേണ്ട പിണറായി തന്നെ വരണമെന്നാണ്. കാരണം കൊറോണ കാലത്ത്
ഇത്രയും സഹായം ചെയ്ത വേറൊരു മുഖ്യമന്ത്രി ഇല്ല മുഖ്യമന്ത്രി ഉണ്ടാവൂല. ഓക്കെ. അപ്പൊ സുരേഷ് ഗോപിനെ കുറിച്ച് സുരേഷ് എന്താണ് ഗോപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിലോട്ട് ഇപ്പൊ ഇത് ചെയ്തിട്ട് വന്നിട്ടേ അല്ലേ ഉള്ളൂ. നല്ലൊരു നടനാണെന്ന് നമുക്ക് ഇത് ചെയ്യാം സിനിമയില്, അല്ലാണ്ട് രാഷ്ട്രീയത്തിലോട്ട് നമുക്ക് സുരേഷ് ഗോപിനെ നമുക്ക് ഇത് ചെയ്തിട്ട് സുരേഷ് ഗോപിനെ കുറിച്ചിട്ട് ഇപ്പൊ രാഷ്ട്രീയം എന്താണ്? രാഷ്ട്രീയം ഇപ്പൊ കുറച്ചായല്ലോ. രാഷ്ട്രീയത്തിലോട്ട് ഇപ്പൊ വന്നിട്ടേ അല്ലേ ഉള്ളൂ. അപ്പൊ എന്താണ് രണ്ടു വാക്ക് പറയുകയാണെങ്കിൽ എന്താ പറയാനുള്ളത്? ആളെ കുറിച്ച് നമുക്ക് മോശം, സിനിമയിലെ ഉള്ളതിൽ നമുക്ക് മോശം രാഷ്ട്രീയപരമായിട്ട് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പിണറായി സർക്കാർ തന്നെ ഇത് ചെയ്യണം. അല്ലെ, സുരേഷ് ഗോപിനെ കുറിച്ച് എന്താണ് അഭിപ്രായം പറ? സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൽ ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. നല്ലൊരു കാര്യങ്ങൾ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ചെയ്ത് പറയാം. ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഇല്ല ഇപ്പൊ നമുക്ക് പറയാനായിട്ട് നല്ലൊരു കാര്യമൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ശരി ട്ടാ. കേരളത്തിൽ ഇത് നല്ല നേതാവ് ആരാണ്? സുരേഷ് ഗോപിയാണോ അതോ പിണറായി വിജയനാണോ? പിണറായി പിണറായി അതേ പറയുള്ളൂ. പിണറായി എല്ലാരും പിണറായി തന്നെ. സുരേഷ് ഗോപി നല്ല നേതാവല്ല. സുരേഷ് ഗോപിയാ നേതാവ് നാട്ടനല്ല ഞാൻ, ആക്ടറല്ല ഞാൻ, നേതാവ് അങ്ങനെ ആകണതേ ഉള്ളൂ. ആവണുള്ളൂ. ഇത് വന്നത് കൊണ്ടിട്ട് എന്താ തോന്നുന്നത്? ഇപ്പൊ ഇത്ര പെട്ടെന്ന് വന്നല്ലോ, വന്നിട്ട് കേരളത്തിൽ ഒന്നുമില്ല. എന്താ സുരേഷ് ഗോപി നടത്തണം? ഒന്നും നടത്തുന്നില്ല. സുരേഷ് ഗോപിനെ കുറിച്ച് എന്താണ് അഭിപ്രായം നിലവിൽ? അഭിപ്രായം നിലവില സിനിമ നടൻ എന്നുള്ളതിൽ നല്ല അഭിപ്രായം. രാഷ്ട്രീയക്കാരൻ പോരാ. എന്താണ് പോരായ്മ? എന്താണ് പോരായ്മ? എന്താന്ന് വെച്ചാൽ പോരാ, അത്ര തന്നെ. മൊത്തത്തിൽ മോശമാണ്. മോശം എന്ന് പറയാനല്ല, എന്നാലും പോരാ. അതേപോലെ തുടക്കക്കാരനല്ലേ, ശരിയാവും. ആൾക്കൊരു അവസരം കൊടുക്കണം. അവസരം കൊടുക്കണം തോന്നുന്നു. അവര് കൊടുക്കണം. ഞാനൊക്കെ ശരിക്കും പിണറായിക്ക് കൊടുക്കുള്ളൂ. അടുത്ത വർഷം കേരളം പിണറായിനെ ഭരിക്കണം. അല്ല, ഞങ്ങൾ പിണറായിക്ക് കൊടുക്കുള്ളൂ. കേരളത്തിലായിട്ട് നല്ല നേതാവ് ആരാണ്? സുരേഷ് ഗോപിയാണോ അതോ പിണറായി വിജയൻ? പിണറായി വിജയൻ. കാരണം പുള്ളി നല്ല ഭരണമാണ്. പുള്ളിയുടെ നല്ല ഭരണമാണ്. സുരേഷ് ഗോപി പോരാ, മോശമാണ്. മോശമൊന്നല്ല, സുരേഷ് ഗോപി ആയി വരണുള്ളൂ. തുടക്കക്കാരനാണ്. അപ്പൊ ഇതുവരെയുള്ള സുരേഷ് ഗോപിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നടൻ എന്നുള്ള ഇതിൽ ഞങ്ങൾക്ക് ഇഷ്ടമാണ് സുരേഷ് ഗോപി. രാഷ്ട്രീയക്കാരന് പിണറായി വിജയൻ തന്നെ നല്ലത്. പിണറായി വിജയൻ നല്ലത്. ഓക്കെ, ശരി.